ആറ്റുകാൽ പൊങ്കാല മാലിന്യ പ്രശ്നത്തിൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ. നഗരസഭ ആരോഗ്യ വിഭാഗത്തിലുള്ള 5 ജീവനക്കാർക്കെതിരെയാണ് നടപടി. ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ചുമതലയുള്ള ജീവനക്കാരായിരുന്നു ഇവർ. മാലിന്യം നീക്കം ചെയ്യേണ്ട ചുമതലയുള്ളവർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. അതിനിടെ വിവാദത്തിൽ മേയർക്ക് മറുപടിയുമായി വി ശിവൻകുട്ടി. കോർപ്പറേഷന് മുകളിലാണ് സർക്കാരെന്നും ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രി സ്വന്തം വകുപ്പ് നോക്കിയാൽ മതിയെന്ന മേയറുടെ പരാമർശത്തിലാണ് മറുപടി. MG പ്രതീഷിന്റെ വിവരങ്ങൾ നൽകാൻ. പ്രതീഷ്, പതിവിൽ വിപരീതമായിട്ട് ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഈ മാലിന്യ നീക്കം കൃത്യമായി നടന്നിട്ടില്ല എന്ന രൂക്ഷമായിട്ടുള്ള വിമർശനം നിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ മന്ത്രിയുടെ ഒരു പ്രതികരണം വരികയും വേണ്ടിവന്നാൽ സർക്കാർ ഇടപെടുമെന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ജീവനക്കാർക്കെതിരെ, അല്ലേ? ശ്രുതി, ആറ്റുകാൽ പൊങ്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട് മേയറും വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടൽ തുടരുകയാണ്. വലിയ വാക്പോരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വരുന്നത്. അതിനിടെയാണ് കോർപ്പറേഷനിലെ 5 ജീവനക്കാർക്കെതിരെ നടപടി വന്നിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചുമതലയുണ്ടായിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗത്തിൽപ്പെട്ട 5 പേരെയാണ് ഇപ്പോൾ ആ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇതിൽ കോർപ്പറേഷൻ നൽകുന്ന വിശദീകരണം ഭരണപരമായ സൗകര്യാർത്ഥമുള്ള സ്ഥലം മാറ്റം എന്നതാണ്. പക്ഷേ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ചുമതലയുണ്ടായിരുന്നു. ആ ചുമതല നിർവഹിക്കാത്തതിന്റെ പേരിലുള്ള അച്ചടക്ക നടപടിയാണ് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മന്ത്രിയും മേയറും തമ്മിലുള്ള വാക്പോരിന് മാറ്റമില്ലാതെ തുടരുകയാണ്. നേരത്തെ കോർപ്പറേഷന്റെ വിഷയങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടേണ്ട കാര്യമില്ല, ഈ ശിവൻകുട്ടി ഇപ്പോൾ മേയറല്ലെന്ന് ഓർക്കണം എന്നതടക്കമുള്ള പരാമർശങ്ങൾ വി രാജേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മറുപടിയായി ഇന്ന് വി ശിവൻകുട്ടി വീണ്ടും എത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ സർക്കാർ കോർപ്പറേഷന് മുകളിലാണ്, ഇക്കാര്യത്തിൽ ഇടപെടാൻ മന്ത്രിക്ക് അവകാശമുണ്ട് അല്ലെങ്കിൽ അധികാരമുണ്ട് എന്നുള്ള മറുപടിയാണ് വി ശിവൻകുട്ടി നടത്തിയിരിക്കുന്നത്. ഒപ്പം ഈ ശുചീകരണ പരിപാടികൾ CPM ഉൾപ്പെടെ നാളെ ഏറ്റെടുക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടൽ നടക്കുമ്പോഴാണ് ഇപ്പോൾ 5 ജീവനക്കാർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. ഒപ്പം ഈ RDOയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണത്തിനും കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടിരുന്നു. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ കോർപ്പറേഷൻ നടപടി എടുത്തിരിക്കുന്നത്. ശരി, 5 ജീവനക്കാർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.